നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഫലമില്ലാത്ത അത്തിയെ ഉണക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികിലെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി എത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നിങ്ങൾ കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഇനി മരിക്കാൻ അല്ലെങ്കിൽ യാഗമാകാൻ അധികം ദിവസമില്ല. യെരുശലേം ദേവാലയത്തിലെത്തി ദേവാലയ ശുദ്ധീകരണം നടത്തിയതിൽ മഹാപുരോഹിതന്മാരൊക്കെ ക്ഷുഭിതരായിരിക്കുകയാണ്. യേശു വൈകുന്നേരത്ത് ഒലിവുമലയിൽ ഉള്ള ബഥാന്യയിലേക്ക് വന്നു ബഥാന്യയിൽ താമസിക്കുകയാണ്. എല്ലാ ദിവസവും യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പോകും. കാരണം അത് പെസഹായുടെ ദിവസങ്ങളാണ്. യേശു രാവിലെ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ യേശുവിന് വിശന്നു. അവിടെ ഒരു വഴിയരിയിലൊരു അത്തിവൃക്ഷം കണ്ടു. അതിൽ പഴം കാണും എന്ന് വിചാരിച്ചു. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ധാന്യ വയലിൽ നിന്നും വഴിപോക്കർക്കും അല്ലെങ്കിൽ അനാഥർക്കും വിധവമാർക്കും ദരിദ്രർക്കും ഒക്കെ വിശപ്പടക്കാനായിട്ട് പറിച്ച് തിന്നാം. മടിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കരുത് എന്നേ ഉള്ളൂ. ദൈവം പ്രത്യേകം വയലിൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിലം കൊയ്യുമ്പോൾ വഴിയരികു കൊയ്യാൻ പാടില്ല. അത് അനാഥർക്കും വിധവമാർക്കും ആയിരിക്കണം. നിങ്ങൾ മുന്തിരിപ്പഴം പറിക്കുമ്പോൾ പറിച്ചു പോവുകയല്ലാതെ രണ്ടാമത് വന്നിട്ട് ഇലയൊക്കെ പൊക്കി നോക്കി വല്ലതും മറിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നോക്കി കാല പറിക്കരുത്. അത് അനാഥർക്കും വിധവമാർക്കും ആയിരിക്കണം. കൊയ്യുന്ന നിലത്തിലെ കതിര് നിങ്ങൾ പറക്കാൻ തയ്യാറാകരുത്. അത് അനാഥർക്കും വിധവമാർക്കും ആയിരിക്കണം. ഒരു കറ്റ മറന്നുപോയാൽ അതെടുക്കാൻ പോകരുത്. അതൊക്കെ അനാഥർക്കും വിധവമാരും എടുക്കട്ടെ എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ ആ ദരിദ്രരോടുള്ള ആ കരുണ തീർച്ചയായിട്ടും നല്ലൊരു മാതൃകയാണ്. യേശു ആ അത്തിവൃക്ഷത്തിന് ചോട്ടിച്ചെന്നു. പഴം തിരഞ്ഞു, പക്ഷെ അതിൽ ഒരു പഴവുമില്ലായിരുന്നു. ഇത് ആരുടെയും പറമ്പിൽ നിൽക്കുന്ന ഒരു അത്തിയല്ല. ഇത് വഴിയരികെ നിൽക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും നട്ടു വളർത്തിയതല്ല. ഉരുവീണ് വെറുതെ കിളുത്തതാണ്. പക്ഷെ അതുകൊണ്ട് വഴിപോക്കർക്ക് ഉപകാരം ഉണ്ടാകുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യന്മാർ കയറി പറിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ഉപകാരവും ഈ അത്തി കൊണ്ടില്ല. യേശു അതിനെ ശപിച്ചു നോക്കിയാൽ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം ദിവസം വൃക്ഷങ്ങളെ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. വേറെ ആരുമല്ല, യേശുവാണ്. അവിടെ സൃഷ്ടിച്ചത് അതേ തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയാണ്. പുല്ലിന് പോലും വിത്തുണ്ടായിരുന്നു. വിത്തുള്ള സസ്യങ്ങളെ, പുല്ലിന് പോലും വിത്തുണ്ടായിരുന്നു. യേശുവാണ് 1-ാം ദിവസം വെളിച്ചം സൃഷ്ടിച്ച്, 2-ാം ദിവസം വെള്ളത്തെയും വേർതിരിച്ചത്, 3-ാം ദിവസം ഫലവൃക്ഷങ്ങൾ സൃഷ്ടിച്ചത്, 4-ാം ദിവസം സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത്, 5-ാം ദിവസം പക്ഷികളെ അല്ലെങ്കിൽ സമുദ്രജീവികളെ സൃഷ്ടിച്ചത്, 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് യേശുവാണ്. കാരണം ദൈവം മനുഷ്യനാകുന്നതിന് മുമ്പ്, യേശുവാകുന്നതിന് മുൻപ് അദൃശ്യനായി ജീവിക്കുന്ന കാലത്താണ് താനത് ചെയ്തതെന്ന് ഒന്നിലേറെ വാക്യങ്ങളുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 1 വായിക്കുന്നത്, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദി ദൈവത്തോടെ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അത് യേശുവിൻ്റെ കാര്യമാണ്. കൊലോസ്യ ലേഖനം 1:15-16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, അത്യുത്തങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും. അപ്പം യേശുവാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്. ഇനി മനുഷ്യനെ സൃഷ്ടിച്ച യേശുവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം. ദൈവം തൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ പഴയ നിയമത്തിൽ, ഉൽപ്പത്തിയിൽ. എന്നാൽ അത് യേശുവാണ് എന്ന് റോമാലേഖനം 5:14 പറയുന്നു, വരുവാനുള്ളവൻ്റെ പ്രതിരൂപം. അപ്പോൾ വരുവാനുള്ളത് യേശുവായിരുന്നു. യേശു തൻ്റെ പ്രതിരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ആദാം 1-ാം മനുഷ്യൻ, യേശു 2-ാം മനുഷ്യൻ. യേശു 1-ാമത്തെ ആദാം, യേശു ഒടുക്കത്തെ ആദാം. അപ്പോൾ തൻ്റെ സ്വരൂപത്തിലാണ്. അതായത് യേശുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളതിന് വേറെയും തെളിവുകളുണ്ട്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, മനുഷ്യൻ മരിക്കുമ്പോൾ പൊടി പണ്ടായിരുന്നല്ലോ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവിന് നൽകിയ ദൈവത്തിനടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ ഏത് ദൈവത്തിൻ്റെ അടുത്തേക്കാണോ ആത്മാവ് പോകുന്നത്, ആ ദൈവമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് യേശുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കുരിശിലെ കള്ളനോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. നിന്റെ ശരീരം ഈ കുരിശിൽ തൂങ്ങിക്കിടക്കും, പക്ഷെ നിന്റെ ആത്മാവ് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോസ്തലനായ പൗലൂസ് മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഞാൻ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എൻ്റെ ശരീരം 2 കഷ്ണമായിട്ട് ഇവിടെ കിടക്കും, പക്ഷേ എൻ്റെ ആത്മാവ് യേശുവിൻ്റെ അടുക്കലായിരിക്കും. സ്തെഫാനോസ് മരിക്കാൻ നേരത്ത് പറഞ്ഞു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കല്ലേറേറ്റ് സ്തെഫാനോസ് പിടഞ്ഞ് മരിക്കുമ്പോൾ ആ ശവം യെരുശലേമിൽ അവിടെ കിടക്കും, പക്ഷേ സ്തെഫാനോസിൻ്റെ ആത്മാവ് യേശുവിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ യേശുവാണ് മണ്ണുകൊണ്ട് മനുഷ്യന് മെടഞ്ഞത്. അതുകൊണ്ട് മരിക്കുന്ന സകല മനുഷ്യരും യേശുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ 2 സ്ഥലമുണ്ടെന്ന് മാത്രം. യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്ന ആളുകൾ മുകളിലത്തെ സ്ഥലത്ത് പർദീസയിൽ, യേശുവിനെ കൈക്കൊള്ളാതെ അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ, പാപത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോയ ആളുകൾ താഴെ ഉള്ള സ്ഥലത്ത് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ യേശുവാണ് മരങ്ങളെ, ഫലവൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഇവിടെ യേശു തെളിയിക്കുക. അതുകൊണ്ടാണ് ഫലമില്ലാത്ത അത്തിയെ, ഒരു പ്രയോജനവുമില്ലാത്ത അത്തിയെ യേശു ശപിച്ചുണക്കാൻ കാരണം. ഒറ്റ വാക്കിനാൽ അത് ഉണങ്ങിപ്പോകുവാൻ ഇടയായിട്ട്. പണ്ഡിതർ പറയുന്നത് ഇതിന് മറ്റൊരർത്ഥമുണ്ടെന്നാണ്. അതായത് ഒരു ഫലവുമില്ലാത്ത വൃക്ഷം പോലെ ആയിരിക്കുകയാണ് യഹൂദന്മാർ. ദൈവം അവരെ ദൈവത്തിനും മനുഷ്യർക്കും ഫലമുള്ളവരാകാനാണ് ആക്കി വെച്ചത്. പക്ഷേ ദൈവം മനുഷ്യനായ യേശുവിനെ അവർ കൊല്ലാനൊരുങ്ങുകയാണ്. ഒരു ഫലവും ദൈവത്തിന് അവരെ കൊണ്ടില്ല. അതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന ആ ശാപമാണ് അവര് ഉണങ്ങി വരണ്ട് നാമാവശേഷമാകുന്ന കാര്യമാണ് യേശു ഇവിടെ ചിന്തിക്കുന്നത് എന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങളും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതുപോലുള്ള അത്ഭുതങ്ങൾ നിങ്ങളാലും നടക്കാനിടയായിത്തീരും. നിങ്ങൾ എന്ത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും ആ വിശ്വാസത്തെ ആദരിച്ച് ദൈവം അതിനെ സാധ്യമാക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഫലവൃക്ഷങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞവനെ ബഹുമാനിക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.